ദൈവത്തിങ്കിൽ നിന്നും അകന്നുപോയ മനുഷ്യരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയാണ് പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ലോകത്തിൽ അയച്ചത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് വചനം ജഡമായി തീർന്നു. അതാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിന്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. യേശുക്രിസ്തു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം മനുഷ്യവർഗത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്ന് യേശുക്രിസ്തു അരുളി ചെയ്തു. പാപനിമിത്തം ശപിക്കപ്പെട്ട ഭൂമിയിൽ യേശുക്രിസ്തു പാപം കൂടാതെ ജീവിച്ചു. പാപികളെ രക്ഷിച്ചു, രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, കരയുന്നവരുടെ കണ്ണുനീർ ഒപ്പി. അങ്ങനെ സാധാരണക്കാരനായി ജീവിച്ച യേശുക്രിസ്തു ദൈവരാജ്യം പ്രസംഗിച്ചു. യേശുക്രിസ്തു പാപത്തെ വെറുത്ത് പാപിയായ മനുഷ്യനെ സ്നേഹിച്ചു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ